ബാലകൃഷ്ണച്ച, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, കമ്മിറ്റി അംഗങ്ങളെ, കരിസ്മാറ്റിക് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടവക വിശ്വാസികളെ, ഒത്തിരി അനുഗ്രഹം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒന്നിച്ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ബൈബിൾ കൺവെൻഷൻ്റെ ഭാഗമായി പരിശുദ്ധ അമ്മ നമ്മെ കാണാനും നമ്മെ കൺവെൻഷന് വേണ്ടി ക്ഷണിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ടാണ് ഈ അസുലഭ നിമിഷം തമ്പുരാൻ നമുക്കൊരുക്കി തന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ ചവറ സൗത്ത് ഫറോനായിൽ തലമുകിൽ ഇടവകയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം 12 ഇടവകൾ പിന്നിട്ട് ഇന്ന് നമ്മുടെ ഈ സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിലായിരിക്കുമ്പോൾ ഒത്തിരി പേരുടെ പ്രാർത്ഥനയും പ്രയത്നവുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കറിയാം. ഫെബ്രുവരി 12 മുതൽ 16 വരെ ആശ്രമം മൈതാനത്തൊരുക്കുന്ന വലിയ ഭക്ഷണ വിരുന്നിലേക്ക് കൊല്ലം സോണിൻ്റെ പേരിൽ, ചവറ സൗത്ത് സബ് സോണിൻ്റെ പേരിൽ എവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വർഷത്തെ ഈ വലിയ ആത്മീയ ഉത്സവം അല്ലെങ്കിൽ വചന വിരുന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് താബോർ എഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലെ ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനും ടീം അംഗങ്ങളുമാണ്. താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം മറ്റ് സഹവൈദികരും സന്യസ്തരും ഉൾപ്പെടെ ഏകദേശം 35 പേരോളം നമ്മുടെ കൊല്ലം രൂപതയിലേക്ക് കടന്നു വരികയും ഈ ആത്മീയ ഉത്സവത്തിന്, ഈ വചന വിരുന്നിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഒരു അനുഗ്രഹപ്രദമാകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ കൺവെൻഷൻ്റെ ദിനങ്ങളിൽ നമുക്ക് കുമ്പസാരവും കൗൺസിലിങ്ങും ഒക്കെ ഒരുക്കിക്കൊണ്ട് കൺവെൻഷൻ ഒത്തിരി അനുഗ്രഹപ്രദമാകുവാനായിട്ട് നമുക്ക് സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറെ വ്യത്യസ്തമായിട്ട്, മുൻ കൺവെൻഷനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തന്നെയാണ് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തെ ശുശ്രൂഷ ഒരുക്കുന്നു എന്നുള്ളത്. അപ്പം 12-ാം തീയതി കൺവെൻഷൻ ആരംഭിക്കുകയും 13 കഴിഞ്ഞ് 14-ാം തീയതി നമ്മൾ പറയപ്പെടുന്ന വാലന്റൈൻസ് ഡേ ആണെന്ന് നമ്മുടെ രൂപതയിലെ എല്ലാ യുവജനങ്ങളെയും